മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാ നിലയിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സ് അതിൻ്റെ ഫുൾ ടീം ഇപ്പോൾ അതിൻ്റെ മറ്റ് തെരച്ചിലും മറ്റും നടത്തി വരികയാണ്. മെഡിക്കൽ ടീം സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും മറ്റ് തൊട്ടടുത്ത ജില്ലയിൽ നിന്നുൾപ്പെടെ സാധ്യമാകുന്ന എല്ലാ മെഡിക്കൽ ടീമും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഏഴ് ഡെത്താണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. 7 ഡെത്താണ് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുന്നത്. 5 ബോഡി പാർട്സാണ്. 5 ബോഡി പാർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് 7+5 എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ചൂരൽമലയിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ, ഒരേ ആൾ തന്നെ വ്യത്യസ്ത ബോഡി പാർട്സായിട്ട് വരാം. എന്തായാലും 7 ഡെത്തും 5 ബോഡി പാർട്സുമായിട്ട് കണ്ടു. ബാക്കി 10 പേര് അഡ്മിറ്റാണ്. അതിൽ വളരെ 5 പേരുടെ കുറച്ച് ക്രിട്ടിക്കലാണ്, കോൺട്രാക്ടർ ഉൾപ്പെടെയുണ്ട്. ആ നിലയിൽ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും മെഡിക്കൽ ടീമും മറ്റും ചെയ്ത് വരികയാണ്. ഡോക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്, പാലക്കാട് നിന്നൊരു സ്പെഷ്യൽ ടീം വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ടീം വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ചെയ്ത് വരികയാണ്. ജില്ലാ കളക്ടറുമായും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുമായും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാം ഒരു ടീമായി ചെയ്യുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്ത് MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും മറ്റുമുണ്ട്. മന്ത്രി ശ്രീ രാജൻ തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. വാസവൻ മിനിസ്റ്റർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് നമ്മളിപ്പോൾ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണ്. ഇതിൽ 10-40ഓളം പേരുണ്ട് എന്നുള്ള ഒരു അനുമാനമാണ് പൊതുവേ ഉള്ളതെങ്കിലും അത് പൊതുവെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടേ നമുക്ക് മറ്റു കാര്യങ്ങൾ പറയാൻ വേണ്ടി സാധിക്കും. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണമാണ് കണ്ടത്. അദ്ദേഹം മെഡിക്കൽ കോളേജിലെത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കിയ ശേഷമാണ് പ്രതികരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 13 മരണം ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചിലതൊക്കെ ശരീരഭാഗങ്ങളാണ്. 5 പേരുടേത് 5 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഈ മുണ്ടക്കൈ അന്നൊക്കെ ഉണ്ടായത് നമുക്ക് ഓർമ്മയുണ്ട്. ചില ആളുകളുടെ തന്നെ ഒരേ ആളുകളുടെ തന്നെ ശരീരഭാഗങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിൽ തന്നെ കിട്ടിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓരോന്നും ഒന്നായി പരിഗണിക്കാമോ എന്നതിൽ അതറിയില്ല. എങ്കിലും നിലവിൽ വരുന്ന വിവരമനുസരിച്ച് 13 മരണം എന്നുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അറിയിക്കുന്ന കണക്കാണ്. ആ ദുരന്ത നിവാരണ അതോറിറ്റിയെ കോട്ട് ചെയ്തുകൊണ്ടുകൂടിയാണ് നമ്മൾ 13 എന്നുള്ള മരണസംഖ്യ അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.